ഇനിയിപ്പോൾ ഭരണം നിലനിൽക്കുന്നതിന് ശക്തമായ പ്രതിപക്ഷം വേണ്ടേ? അതെ, ഈ ശരിയാണ്. ഭരണക്കാരുടെ കൊള്ളതായ്മകൾ തുറന്ന് കാണിക്കാൻ, ചോദ്യങ്ങൾ ചോദിക്കാൻ. ഈ ജനാധിപത്യം എന്ന് പറയുന്നത് 5 കൊല്ലത്തേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നതല്ല സത്യത്തിൽ. അതിനേക്കാൾ ഉപരിയായിട്ട് ജനങ്ങൾക്ക് വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. ഉം, ഉം. ഈ ഭരണാധികാരികൾ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റ് ചൂണ്ടിക്കാണിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവുമാണ്. അതാണ് ജനാധിപത്യം. അതില്ലാണ്ടായാൽ അതെ, പിന്നെ ഈ ജനാധിപത്യത്തിന് യാതൊരു അർത്ഥവുമില്ല. ശരിയാണ്. അപ്പോൾ അതിന് ചോദ്യം ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദി എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റാണ്. അവിടെ സൃഷ്ടിപരമായ രീതിയിൽ അല്ലെങ്കിൽ വിമർശനാത്മകമായ രീതിയിൽ ചോദ്യം ചെയ്യാൻ സാധിക്കണം. അതില്ലെങ്കിൽ ജനാധിപത്യം ദുർബലമായി പോകും. അതിന് തന്നെ ഉത്തരവാദിത്തമുള്ള പാർട്ടി കോൺഗ്രസ്സാണ്. ഉം. കോൺഗ്രസ് ദുർബലമായാൽ നമ്മുടെ ജനാധിപത്യ സംവിധാനം ആകെ അപകടത്തിലാവും. കാരണം BJP പോലെയോ CPM പോലെയോ സമഗ്രാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയല്ല കോൺഗ്രസ്. അതൊരു ജനാധിപത്യ സംസ്കാരമുള്ള പാർട്ടിയാണ്. പക്ഷേ ആ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരാൾ വരും. അത് മൊത്തത്തിലുള്ള നമ്മുടെ സംവിധാനത്തെ, കോൺഗ്രസിന് മാത്രമല്ല പ്രതിപക്ഷത്തെ മൊത്തത്തിലും അതെ. ആ ജനാധിപത്യ സംവിധാനത്തെ പൊതുവിലും ദുർബലമാക്കും. അതാണ് ഇതിലെ വലിയ അപകടം. ഇപ്പോൾ ഒരു രാഹുൽ ഗാന്ധി ഉണ്ടാക്കുന്ന അപകടം രാഹുൽ ഗാന്ധിക്ക് മാത്രമല്ല, കോൺഗ്രസിന് മാത്രമല്ല, നമ്മുടെ സിസ്റ്റത്തെ മൊത്തത്തിൽ യെസ്. അപകടത്തിലാക്കുന്ന ഒന്നാണ്.